ഇത് ബജാജ് മാക്സിമ CNGയിൽ വരുന്ന ഓയിൽ പമ്പിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ്. ഈ വീല് ഒടിഞ്ഞു പോവുകയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പല്ല് മാത്രം അടർന്നു പോവുകയും ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പമ്പ് സ്റ്റക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഓയിൽ സർവീസ് അല്ലാത്ത വണ്ടികളിലും ഓയിൽ സ്റ്റെയിനർ മാറാത്ത വണ്ടികളിലുമാണ് ഇതേപോലെ ഇപ്പോൾ കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് കവർ അഴിച്ച ഉടനെ തന്നെ പമ്പ് മാറ്റിക്കളയാണ്. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പമ്പ് നമ്മൾ ചേഞ്ച് ചെയ്യണതാണ്. കാരണം ഇത് ഒടിഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് ഓയിൽ സർക്കുലേഷൻ നടക്കില്ല. ഹെഡിൽ റോക്ക് റാമിനും ക്യാം ഷാഫ്റ്റിൻ്റെ അവിടെ ഒന്നും ഓയിൽ എത്തൂല. ആകെ ചെയിനിൽ നിന്ന് അടിച്ചു കയറുന്ന ഓയിൽ മാത്രമേ മുകളിലേക്ക് എത്തുള്ളൂ. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ക്യാമും റോക്ക് റാമും തേയ്മാനം വരും, പുള്ളിങ് ലോ ആവും. അപ്പോഴായിരിക്കും കംപ്ലൈൻറ്റ്, ക്ലച്ചിനും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ആ സമയത്തായിരിക്കും കസ്റ്റമർ വന്ന് ക്ലച്ച് പണിയാനായിട്ട് കയറണം. പഴിക്കുമ്പോൾ ഇതായിരിക്കും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ക്ലച്ച് കവർ അഴിക്കുന്ന സമയത്ത് ഓയിൽ പമ്പ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേഞ്ച് ചെയ്ത് കളയുക. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ.